സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി പ്രധാനമായും സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള 7D ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന ഒരു കൊളസ്ട്രോൾ ഫോമിനെ വിറ്റാമിൻ D3 ആക്കി മാറ്റുന്നു. ഈ വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കലി ആക്റ്റീവ് അല്ല. ശരീരത്തിൽ വിറ്റാമിൻ B3 കൊണ്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഈ വിറ്റാമിൻ D3 രക്തത്തിലൂടെ കരളിലെത്തുകയും അവിടെയുള്ള ചില എൻസൈമുകൾ വിറ്റാമിൻ D3യെ കാൽസോഡിയോൾ എന്ന ഫോമിലേക്ക് മാറ്റുന്നു. കാൽസോഡിയോളും ബയോളജിക്കലി ആക്റ്റീവ് അല്ല. കിഡ്നിയിലുള്ള ചില എൻസൈമുകൾ കാൽസോഡിയോളിനെ കാൽസിട്രിയോൾ എന്ന വിറ്റാമിൻ ഡിയുടെ ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നു. കാൽസിട്രിയോൾ ആണ് ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന കാൽഷ്യത്തെ എല്ലുകളിലേക്ക് നിക്ഷേപിക്കാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത്. വിറ്റാമിൻ ഡിയുടെ ഈ മെറ്റബോളിസത്തിൽ കരളും കിഡ്നിയും ഉൾപ്പെട്ടതിനാൽ ദീർഘകാലമായുള്ള കരൾ രോഗങ്ങളും കിഡ്നി രോഗങ്ങളും വിറ്റാമിൻ ഡിയുടെ കുറവിന് കാരണമാകും.